എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അശ്വതി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ധന്വന്തരം തൈലം അല്ലെങ്കിൽ ധന്വന്തരം കുഴമ്പ്, ധന്വന്തരം ആവർത്തി ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയാനാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മെയിനായിട്ട് ഇതിൻ്റെ അകത്തുള്ള ഇപ്പോൾ ധന്വന്തരം തൈലം അല്ലെങ്കിൽ കുഴമ്പിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ മെയിനായിട്ട് എള്ളെണ്ണ, അതുപോലെ തന്നെ ആവണക്കെണ്ണ, നെയ്യ്, ഇതാണ് മെയിനായിട്ട് ബേസായിട്ട് വരുന്നത്. ഇത് മാത്രമല്ല ഇതിൽ 40 മേലെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇതിൽ മെയിനായിട്ട് കുറുന്തോട്ടി, അതുപോലെ തന്നെ ഇരട്ടി മധുരം, ഇന്ദുപ്പ്, ത്രിഫല എന്ന് പറഞ്ഞാൽ കടുക്ക, നെല്ലിക്ക, താനിക്ക, പിന്നെ കൂവളമൊക്കെ വരുന്നുണ്ട്. ഇതിലെല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ പറയുന്നില്ല, ഇതൊക്കെയാണ് മെയിനായിട്ട് ഉള്ളത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും കുഴമ്പും തൈലവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. ഇപ്പോൾ രണ്ടിലും ഒരുപോലെയാണ് ഇൻഗ്രീഡിയൻസും ബേസൊക്കെ വരുന്നതെങ്കിൽ കൂടെ തൈലം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ തൈലം രൂപത്തിൽ തന്നെയാണ് ഉണ്ടാവുക. കുഴമ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബോട്ടിൽ എടുത്താൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ തൈലത്തിൻ്റെ ഇത് തൈലം പോലെ തന്നെ നമുക്ക് നല്ല ലൂസായിട്ട് തന്നെ ഉണ്ടാവാം. കുഴമ്പെടുക്കും അതിൻ്റെ അടിയിൽ ഒരു കട്ട, ഒരു എന്താ പറയുക, ഇതിലൊരു തേൻ മെഴുക് എന്ന് പറയുന്ന സാധനം ചേർക്കുന്നുണ്ട്. അത് തേൻ മെഴുകുന്നതാണ് സർജരസം എന്ന് പറയുന്നത്. അത് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ബോട്ടിൻ്റെ അടിയിൽ ഒരു കട്ട, ഒരു മെഴുക് പോലെ ഒരു ഇതുണ്ടാവാം. അത് നമ്മൾ ഉരുക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഉരുക്കി എടുക്കുമ്പം തന്നെ അതൊരു കുഴമ്പ് പരുവത്തിലായിരിക്കും ഉണ്ടാവുക. അതുതന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ട് ഇതിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ തൈലവും കുഴമ്പും മാത്രമല്ലാണ്ട് നമ്മളിതിപ്പം പുറമേ തേക്കുന്നതാണല്ലോ, അതല്ലാണ്ട് ആവർത്തി എന്നും പറഞ്ഞിട്ടുണ്ട്. ആവർത്തി നമ്മൾ മെയിനായിട്ട് ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആവർത്തി ക്യാപ്സ്യൂളും അതുപോലെ തന്നെ ഡ്രോപ്സൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ 7 ആവർത്തി ഉണ്ട്, അതുപോലെ തന്നെ 21 ആവർത്തി, 41 ആവർത്തി, 101 ആവർത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആവർത്തി കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഗുണവും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ 101 ആവർത്തിക്കൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഈ തൈലം അല്ലെങ്കിൽ കുഴമ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആയുർവേദത്തിൽ ആയുർവേദം ഒരുപാട് ചികിത്സയ്ക്കൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ അഭ്യംഗം, അതുപോലെ തന്നെ വസ്തി, ശിരോധാര, പിന്നെ ആവർത്തിയൊക്കെ നസ്യത്തിന് ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ ഒരു ഡോക്ടർ എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ ഡോക്ടറാണ് തീരുമാനിക്കുക. നമ്മളിപ്പോൾ വീട്ടിലൊന്നും നമുക്കത് ചെയ്യാൻ കഴിയില്ലല്ലോ. അതുപോലെ തന്നെ നമ്മൾ ഇത് എന്തിനൊക്കെയാണ് ഇപ്പോൾ ഈ ധന്വന്തരം തൈലം പൊതുവെ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന തൈലങ്ങളാണ്. മറ്റ് എല്ലാ തൈലങ്ങളും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായവരിലും അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയവരിലും പ്രസവം കഴിഞ്ഞവരിലും കുട്ടികളിലൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയും. സാധാരണഗതിയിൽ വളരെ ചെറിയ കുട്ടികളിൽ നമ്മൾ ധന്വന്തരം തൈലമല്ല ഉപയോഗിക്കാറ്. ഇപ്പോൾ എണ്ണ തേച്ച് കുളിപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ നാൽപ്പാമര തൈലങ്ങളൊക്കെയാണ് തേച്ച് കുളിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പ്രസവ സമയത്ത് നമുക്ക് തേച്ച് കുളിക്കാനുള്ള ഏറ്റവും നല്ല ഒരു തൈലം എന്ന് പറയുന്നത് ധന്വന്തരം തൈലമാണ്. അതുപോലെ തന്നെ പ്രസവ ശേഷവും നമ്മൾ ധന്വന്തരം തൈലം തേച്ച് കുളിക്കാറുണ്ട്. ഇപ്പോൾ ഒരു നോർമൽ ഡെലിവറി ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 7 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുളിച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് എണ്ണ തേച്ച് കുളിക്കാവുന്നതാണ്. അതല്ല സിസേറിയൻ ഉള്ള ആൾക്കാരിലാണെങ്കിൽ അവരെ സ്റ്റിച്ചൊക്കെ ഉണങ്ങി അതിനുശേഷം 14 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഓയിലൊക്കെ തേച്ച് കുളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മുടെ ഈ ധന്വന്തരം തൈലം അല്ലെങ്കിൽ കുഴമ്പൊക്കെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ എന്തിനൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് പല ആൾക്കാർക്കുള്ളൊരു തെറ്റിദ്ധാരണ വേദനയ്ക്ക് മാത്രമാണ് ഇത് എന്നുള്ളത് ഒരു ധാരണയുണ്ട്. വേദനയ്ക്ക് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ചെയ്ത് വളരെ ടയേർഡായി നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ഉഷാറാവണം അല്ലെങ്കിൽ ഒന്ന് എനർജി ഉണ്ടാവണം എന്ന് തോന്നുന്നൊരു കണ്ടീഷനിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു തൈലമാണ് ധന്വന്തരം തൈലം. ഇപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഒരു 15-20 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഈ ഓയിൽ എങ്ങനെ ചൂടാക്കേണ്ടതെന്ന് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഡയറക്റ്റായിട്ട് ചൂടാക്കാൻ നിൽക്കരുത്. നമ്മളിപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളം തിളപ്പിക്കുക, എന്നിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ആ പാത്രം ഈ ചൂടുവെള്ളത്തിൻ്റെ മേലെ വെച്ചിട്ട് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ ശരീരത്തിൽ തേക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിപ്പോൾ നമ്മൾ വേദനയ്ക്ക് മാത്രമല്ല അല്ലെങ്കിൽ നമുക്ക് എനർജി കിട്ടാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ കൈ കാലുകൾക്കെല്ലാം ഒരു തളർച്ച പോലെ തോന്നുക, അല്ലെങ്കിൽ മസിലിന് ഒരു ബലക്ഷയം തോന്നുക, അല്ലെങ്കിൽ എല്ലുകൾക്കൊരു ബലക്ഷയം, അല്ലെങ്കിൽ നാഡീഞരമ്പുകളൊക്കെ ഒരു തളർച്ച പോലെ തോന്നുക, അല്ലെങ്കിൽ നമ്മുടെ കാലുകളൊക്കെ ഒന്ന് എന്താ പറയുക അനക്കാൻ പറ്റണില്ല, നടക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവും. ബാക്ക് പെയിൻ ഉണ്ടാവാം, ഓസ്റ്റിയോ ആർത്രൈറ്റിക് കണ്ടീഷൻ, മുട്ട് തേയ്മാനം, അല്ലെങ്കിൽ മുട്ട് തേയ്മാനം എന്നല്ല എല്ലാ തേയ്മാനവും, അതുപോലെ തന്നെ ഞരമ്പുകൾക്കുള്ള പ്രശ്നങ്ങൾ, വാതരോഗങ്ങൾക്ക് വാദം കൂടിയ ഒരു കണ്ടീഷനിൽ, അങ്ങനെയുള്ള അവസ്ഥകൾക്കൊക്കെ നമുക്ക് ധന്വന്തരം തൈലം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.
ചില കണ്ടീഷനിൽ നമ്മൾ ധന്വന്തരം തൈലവും ധന്വന്തരം കുഴമ്പും മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഓരോരുത്തരുടെ അവസ്ഥയ്ക്കനുസരിച്ചിട്ട് ധന്വന്തരം തൈലത്തിൻ്റെ കൂടെ തന്നെ മറ്റ് ഓയിലുകളും മിക്സ് ചെയ്യാറുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഭയങ്കരമായ മുട്ട് തേയ്മാനം അല്ലെങ്കിൽ ബാക്ക് പെയിന്, നെക്ക് പെയിന്, അങ്ങനെയുള്ള പല കണ്ടീഷൻ, തരിപ്പുണ്ട്, പുകച്ചിലുണ്ട്, വീക്കമുണ്ട്, ചതവുണ്ട് എന്നൊക്കെ ആണെങ്കിൽ ധന്വന്തരം തൈലം തന്നെ ഉപയോഗിക്കാൻ നിൽക്കേണ്ട. ഓരോരുത്തരുടെ കണ്ടീഷനിൽ ഓരോരുത്തരുടെ അവസ്ഥയ്ക്കനുസരിച്ചിട്ട് നമുക്കിപ്പോൾ തരിപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ പുകച്ചിൽ വരുമ്പോൾ, അതുമല്ല നമ്മുടെ വീക്കമുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ഒരുപാട് ആയുർവേദ തൈലങ്ങളാണ് ഉപയോഗിക്കാറ്. എല്ലാത്തിനും ഇത് തന്നെ അല്ല ഉപയോഗിക്കാറ്. പക്ഷേ ഇത് സാധാരണഗതിയിൽ ഒരു വേദനയും നമ്മുടെ ഒരു എന്താ പറയുക, ഒരു സുഖ ചികിത്സയ്ക്കും അത് തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ടും അല്ല, പിന്നെ നമ്മുടെ ഈ ചെറിയ ചെറിയ വേദനകൾക്കൊക്കെ ധന്വന്തരം തൈലം നല്ലതാണ്. അതിൽ കൂടുതൽ വലിയ വലിയ അവസ്ഥകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ആയുർവേദ ഡോക്ടറെ അടുക്ക പോയിട്ട് ഡോക്ടറോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള മരുന്നുകൾ വാങ്ങിയിട്ട് അല്ലെങ്കിൽ തൈലങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ആയുർവേദ ചികിത്സകളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ചിട്ട്, ധന്വന്തര തൈലത്തെക്കുറിച്ചിട്ടും കുഴമ്പിനെ കുറിച്ചിട്ടും പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.